നിങ്ങൾ പാരീസിൽ വരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മോണ്ടമാർട്ട്. പാരീസിനെ ഒരു 20 ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 18ാമത്തെ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ് ഈ മോണ്ടമാർട്ട്. ഇതൊരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഈ സ്ഥലം. നമ്മളിപ്പോൾ ഫ്യൂനിക്കുലാർ റൈഡ് അല്ലെങ്കിൽ മിനി കേബിൾ കാർ വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. ഇതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നാവിഗോ കാർഡാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ട് മോണ്ടമാർട്ട് വിസിറ്റ് ചെയ്യുന്നത് സ്റ്റെയേഴ്സ് കയറിയിട്ടാണ്. അന്ന് ഇങ്ങനെ ഒരു ഫ്യൂനിക്കുലാർ റൈഡ് ഉള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇത്രയും സ്റ്റെയേഴ്സ് കയറി മുകളിൽ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ആകെ അവശരായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും സ്റ്റീപ്പാണ് ഈ ഒരു കുന്ന്. ഈ കാണുന്ന വൈറ്റ് ഡോംസ് ഉള്ള സാക്രിക്കോർ ബസിലിക്കയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്നാൽ അതിലും അടിപൊളി, ഈ സ്റ്റെപ്പിന്റെ അവിടെ നിന്നാൽ പാരീസ് എൻ്റർ സിറ്റിയുടെ പനോറമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണത്. അതുപോലെ തന്നെ ഇവിടെ എപ്പോൾ വന്നാലും ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, പാരീസിലെ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ട് എടുത്താലും അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കോമൺ ആയിട്ടുള്ള സൊവനിയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കുറച്ചും കൂടി യുണീക്കായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സൊവനിയേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ബസിലിക്കയിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ലൈവായിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് പടം വരയ്ക്കുന്നത് മാത്രമല്ല, അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത വർക്കുകൾ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവർ നമ്മളെ ലൈവായിട്ട് നമ്മളുടെ പടം വരച്ചു തരും. ലോകപ്രശസ്തനായ ചിത്രകാരൻ പിക്കാസോ ഇവിടെ താമസിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആർട്ടിനുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാൽ ശരിക്കും ഒരു ഓപ്പൺ എയർ ആർട്ട് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ലെ മെയ്സൺ റോസ് കാണാം. മോണ്ടമാർട്ടിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കഫേയാണിത്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയ എമിലി ഇൻ പാരീസിൽ ഈ കഫേ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സ്റ്റെയേഴ്സ് ഒക്കെ ഇറങ്ങി നമ്മൾ എത്തുന്നതാണ് ഈ ബ്ലൂ വാളിന്റെ അടുത്ത്. ഇതാണ് വാൾ ഓഫ് ലവ്. ലോകത്തിലെ 250 ഭാഷകളിൽ 311 പ്രാവശ്യം ഐ ലവ് യു എന്ന് ഈ വാളിൽ എഴുതിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും.